സെമിനാരികൾ, പ്രത്യേകിച്ച് സഭകളിൽ ശുശ്രൂഷ ചെയ്യാൻ ആൾക്കാരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ്. നമുക്ക് CSI സഭയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ 6 മഹാടയും കൂടെ യോജിച്ച് നടത്തുന്ന ഒരു സെമിനാരിയാണ് കണ്ണമ്പുല വൈദിക സെമിനാരി, ഐക്യ വൈദിക സെമിനാരി. അവിടെ നിന്നാണ് ഭൂരിപക്ഷം നമ്മുടെ കർത്താവിൻ്റെ വേലക്കാരും ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങുന്നത്. അവിടെയാണ് അവർക്ക് പരിശീലനം കിട്ടുന്നത്. CSIയുടെ മാത്രമായിട്ടുള്ള ട്രെയിനിങ് നടത്തുന്നത് അവിടെ മാത്രമാണ്. ഇപ്പോൾ അത് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിങ്ങിൽ പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞതനുസരിച്ച് 192 പേരാണ് അവിടെ പഠിക്കുന്നത്. 192 കുട്ടികൾ അവിടെ പഠിക്കുന്നു, വിവിധ കോഴ്സുകളിലായി പഠിക്കുന്നു. കഴിഞ്ഞ കാലം വരെയും കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള കുട്ടികൾ മാത്രമാണ് അവിടെ പഠിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കൂടെ ആരംഭിച്ചതുകൊണ്ട് ഇന്ത്യയിലെ പല ഭാഗത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നു. മാത്രമല്ല പല സഭകളിൽ നിന്നുള്ള കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട്. CSIയിലെ മാത്രമല്ല, മാർത്തോമ, യാക്കോബ, ചില സമയങ്ങളിൽ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ, പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ, മറ്റ് മെത്തഡിസ്റ്റ് ചർച്ചിൽ നിന്നുള്ള ആളുകൾ, അങ്ങനെയുള്ള കുട്ടികൾ അവിടെ വന്ന് പഠിക്കുന്നുണ്ട്, സെമിനാരി വിദ്യാഭ്യാസം ചെയ്യുന്നു. എല്ലാ CSI ഉൾക്കൊള്ളുന്ന തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ, എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ CSIയുടേതായിട്ടുള്ള ഐക്യവൈദിക സെമിനാരികൾ ഉണ്ട്. അവിടെയാണ് കൂടുതലായിട്ടുള്ള കുട്ടികളും പഠിക്കുന്നത്. അവിടെ പരിശീലനം നേടിയതിന് ശേഷമാണ് നമ്മളിവിടെ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ എടുക്കുന്നത്. അവരെ പഠിപ്പിക്കുന്നത് അവർ പഠിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ഒരു സഭയുമായിട്ട് ചേർന്ന് എങ്ങനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും, അതാണ് അവരെ പഠിപ്പിക്കുന്നത്. അവരെ കാലാനുസൃതമായി ദൈവത്തിൻ്റെ മഹത്വമേറിയ വചനങ്ങൾ വ്യാഖ്യാനിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? അവരെ പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, തീർച്ചയായിട്ടും മനസ്സിലാകും. എന്നാൽ കുറെ കൂടെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സഭയുമായുള്ള ബന്ധത്തിൽ ജനങ്ങളെ ചേർത്ത് നിർത്തുക, ദൈവത്തോട് ചേർത്ത് നിർത്താൻ വേണ്ടി അവരെ പ്രത്യേകമായി പരിശീലിക്കപ്പെടുന്നു. അതിന് പരിശീലനം ലഭിച്ചതിന് ശേഷം ഇവിടെ വന്ന് പളതാത് ഡയസിൽ വരുമ്പോൾ അവരെ ദൗത്യത്തെക്കുറിച്ച് ഒന്നുകൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ അതിനുവേണ്ടി പ്രതിഷ്ഠിച്ച് അവരെ അയക്കുകയാണ്, അതിനുവേണ്ടി അവരെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മഹാഡോയിലും കർത്താവിന് വേല മുമ്പോട്ട് പോകുന്നു വളരെ ശക്തമാണ്.